നമ്മുടെ സിയോണിൽ നിന്ന് ഇന്നിപ്പോൾ ഡെലിവറി പോകാൻ പോകുന്ന ഒരു സെൽട്ടോസ് ആണ്. ഫുൾ ഓപ്ഷൻ DCT വേരിയൻറ്റ് സെൽട്ടോസ് ആണ് കേട്ടോ. നമ്മുടെ ഷോറൂമിൽ ആക്ച്വലി നാനോ ഡയമണ്ട് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് കസ്റ്റമർ ലാസ്റ്റ് ഒരു 3 days മുന്നേ നമ്മുടെ ഷോറൂമിൽ കൊണ്ടെത്തിച്ചതാണ്. ഇന്നിപ്പോൾ സൺഡേ നമ്മൾ ഡെലിവറി ചെയ്യുമെന്ന് പ്രോമിസ് കൊടുത്തു. അങ്ങനെ നൈറ്റ് ഉൾപ്പെടെ നിന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്തതേ ഇപ്പോൾ ഒരു മിൻ കണ്ടീഷനിലോട്ട് ഈ ഒരു വെഹിക്കിളിനെ മാറ്റിയിട്ടുണ്ട്. സോ ഇതിൽ കോസ്മെറ്റിക് അപ്ഗ്രേഡ്സോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല, സ്റ്റോക്ക് വെഹിക്കിളാണ്. അതിൻ്റെ ക്രോമും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു വെഹിക്കിളിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് നാനോ ഡയമണ്ട് കോട്ടിംഗ് ആണ്. 3 year വാറണ്ടി വരുന്ന നാനോ ഡയമണ്ട് കോട്ടിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. 1.5 വർഷത്തിലാണ് നമുക്കതിൻ്റെ റീകോട്ടിംഗ് വരുന്നത്. സോ ഇപ്പം നിലവിൽ അതിൻ്റെ ഒരു ബോണറ്റിൻ്റെ റിഫ്ലക്ഷൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ക്രിസ്റ്റൽ ക്ലിയർ ലുക്കിലോട്ട് ഈ ഒരു വെഹിക്കിളിനെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഡീറ്റെയിലിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് വെഹിക്കിളിനെ ഡീറ്റെയിൽ ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. കാരണം കണ്ടല്ലോ, ബ്ലാക്ക് വെഹിക്കിളിൽ പെട്ടെന്ന് പൊടി പിടിക്കാനും കറ പിടിക്കാനും ഒക്കെ ഉള്ള സാഹചര്യം കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിൽ കാർ ഡീറ്റെയിലിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം കുറഞ്ഞു കിട്ടുകയും മാത്രമല്ല സ്റ്റെയിൻസ് പെട്ടെന്ന് എടുത്തറിയുന്നതും ബ്ലാക്ക് കളറിലാണ്. അപ്പോൾ അതും ഡീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനും വെഹിക്കിളിനെ ഒരു ഷോറൂം കണ്ടീഷനിൽ തന്നെ കീപ്പ് ചെയ്യാനും സാധിക്കും. സോ അത്തരത്തിൽ ഇപ്പോൾ നമ്മുടെ അവിടെ നിന്ന് വർക്ക് കഴിഞ്ഞ് ഡെലിവറി പോകാൻ പോകുന്ന സെൽട്ടോസ് ആണ്. കസ്റ്റമർ ഓൺ ദ വേ ആണ്. അതിന് തൊട്ട് മുന്നേ ആയിട്ട് ജസ്റ്റ് നമ്മളിതിൽ ചെയ്ത വർക്ക് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ വാഹനത്തിനെയും ഒരു മിൻ കണ്ടീഷനിൽ ഒരു ക്രിസ്റ്റൽ ക്ലിയർ കണ്ടീഷനിലോട്ട് ഡീറ്റെയിൽ ചെയ്ത് പുതുപുത്തൻ ലുക്ക് നൽകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യൂ. സി ഓൺ ദ ഓട്ടോ എക്സ്പേർട്സ്. സി യു ദെൻ. ബൈ.